ഇതൊരു ഷോർട്ട് വ്ലോഗാണ് വേർ വി ആർ ഗോയിങ് ടു പെൻഗ്വിൻ ഐലൻഡ്. അപ്പം ഞാനുണ്ട്, എൻ്റെ പാർട്ട്ണറുണ്ട്, അമ്മയച്ഛനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതൊരു വീക്കെൻഡ് ക്വിക്ക് പ്ലാൻ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. ബട്ട് വി ഹാവ് ബുക്ക്ഡ് ദി ആക്ടിവിറ്റീസ് ഓൾറെഡി. ഞാൻ താഴെ വെബ്സൈറ്റ് കൊടുക്കാം, അതിലാണ് നമ്മൾ പോയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന ഉടനെ ഈ വിസിറ്റിംഗ് സെന്ററിൽ പോയിട്ട് ഈ ബാൻഡ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ കെട്ടണം. അതേ ഐഡന്റിഫൈ നമ്മൾ ഏത് ബാച്ചിലാണ് വിച്ച് ആക്ടിവിറ്റി ഹാവ് വി ബുക്ക്ഡ് എന്ന്. അടിപൊളിയല്ലേ? ഞാൻ ഉണ്ടാക്കിയതാ 2 ദിവസം മുമ്പ്. ഒന്നതരമായിരിക്കുന്നു, വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. സോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ അഡ്വെഞ്ചറിന് റെഡിയായി. ബോട്ട് ഞങ്ങളുടെ വന്നു ആൻഡ് അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. ബോട്ടിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ഈ പെലിക്കൻസിന്റെ കാഴ്ച കാണുക. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ പെലിക്കൻസ് ഷോറിന്റെ അടുത്ത് വരും. സോ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഷോൾ വാട്ടർ ഐലൻഡ്സ് മറീൻ പാർക്ക് എന്ന് പറയുന്നത് ഒരു ബഞ്ച് ഓഫ് ഐലൻഡ്സ് ആണ്. അതിന് ഏകദേശം 6000 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആണ്. ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഐലൻഡാണ് പെൻഗ്വിൻ ഐലൻഡ്. ഇതേപോലെ വേറൊരെണ്ണം സീ ലൈൻസിന് വേണ്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്ത അഡ്വെഞ്ചർ എന്ന് വെച്ചാൽ ഡോൾഫിൻ പെൻഗ്വിൻ സീ ലൈൻ ക്രൂസ് ആണ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബോട്ടിൽ കൊണ്ടുപോകും ആൻഡ് നമുക്ക് കുറേ ഡോൾഫിൻസും സീ ലൈൻസിനെയൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു അഡ്വെഞ്ചറാണ്. ഇനി ഇതല്ലാതെ കുറച്ചും കൂടി സ്വിമ്മിങ് ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് ദർ ഈസ് എ പാക്കേജ് ഫോർ സ്വിമ്മിങ് വിത്ത് വൈൽഡ് ഡോൾഫിൻസ്, അതേപോലെ സ്നോക്കിൾ വിത്ത് സീ ലയൺസ്, അങ്ങനത്തെ പാക്കേജസും ഉണ്ട്, വിച്ച് ഇസ് കുറച്ചും കൂടി അഡ്വെഞ്ചറസ് ആൾക്കാർക്ക്. പിന്നെ അതേപോലെ സീ കയാക്ക് ടൂേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 2 പേരും നമുക്ക് കയാക്കിംഗ് ഒക്കെ നന്നായി അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ആനിമൽസിൻ്റെ കൂടെ നമുക്ക് ആ ഒരു അഡ്വെഞ്ചർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. അങ്ങനെ ഒരു കുറച്ച് നേരത്തിൻ്റെ ശ്രമം കഴിഞ്ഞ ഉടനെ തന്നെ ഡോൾഫിൻസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് 2 ഡോൾഫിൻസ് ആണ്. അപ്പോൾ ഈ നമ്മൾ ഡോൾഫിൻസിനെ സ്പോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ടിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞുതരൊക്കെ ചെയ്യും. സോ ഇവർ പറഞ്ഞത് ഇതൊരു മദർ ആൻഡ് ഒരു ബേബി ഡോൾഫിൻ, അങ്ങനത്തെ ഒരു പെയറാണ്. ആൻഡ് കുറച്ച് നേരം നമ്മൾ അവരുടെ 2 സൈഡിലും ഉണ്ടായിരുന്നു. ആൻഡ് വി വർ ഏബിൾ ടു സ്പോട്ട് ഡിഫറെൻറ്റ് ഇതായിട്ട് ബോട്ടിൻ്റെ ഒക്കെ കുറേ അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഇങ്ങനെ സ്വിം ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈൽഡ് ഡോൾഫിൻസിനെയൊക്കെ കാണുന്നത്. നമ്മൾ ഈ സൂവിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് എനിക്ക് എപ്പോഴും എന്താ തോന്നാറ് വെച്ചാൽ അയ്യോ ഇവരൊക്കെ പാവം കെട്ടി വെച്ചിരിക്കുകയാണല്ലോ, അവരുടെ ആ ഒരു ഫ്രീഡം പോയ ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര ഞാൻ കുറേ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇങ്ങനത്തെ വൈൽഡായിട്ട് കാണുമ്പോഴാണ് എനിക്ക് എപ്പോഴും തോന്നുക, ഓ ഓക്കെ ഇവരുടെ ഫുൾ ഫ്രീഡം ഉള്ള ആനിമൽസ് ആണ്, നമ്മൾ ജസ്റ്റ് കാണുന്നേ ഉള്ളൂ, നമ്മൾ ഇവരെ പ്രത്യേകിച്ച് ഹാമൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. സോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം ഈ ഡോൾഫിൻസിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ സ്വിം ചെയ്യുന്നതും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഡോൾഫിൻസിനെ കാണുമ്പോൾ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ഇതിനെക്കുറിച്ച് കുറേ ഫാക്ട്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അഡൾട്ട്സിൻ്റെ കളർ എങ്ങനെയാണ്, ബേബി ഡോൾഫിൻസിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ആവും, അഡൾട്ട്സ് കുറച്ചും കൂടി ഡാർക്ക് ആവും. പിന്നെ അതേപോലെ ഇവർ ഉറങ്ങില്ല, ഇവരിങ്ങനെ കുട്ടി കുട്ടി നാപ്സ് ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും, അങ്ങനത്തെ ഒരു ആനിമലാണ് എന്നൊക്കെ, അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഡോൾഫിൻസിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ സീ ലയൺസിൻ്റെ ഐലൻഡിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സീ ലയൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെഥാർജിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ഇങ്ങനെ നല്ലോണം അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ഐലൻഡിൽ ആൾക്കാർക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഈ ഷോൾ വാട്ടർ ഐലൻഡ്സ് എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് ദ ഐലൻഡ്സിൽ ആൾക്കാർക്ക് പോകാൻ പാടില്ല. ആകെ ഒരു ഐലൻഡിൽ പോകാൻ പറ്റുന്നത് നമ്മുടെ പെൻഗ്വിൻ ഐലൻഡ് ആണ്. അതല്ലാതെ ഇവിടുത്തെ ഒരു ഐലൻഡിലും ആൾക്കാർ പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു റൂളുണ്ട്. ഇത് ബേസിക്കലി ഇവിടുത്തെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഐലൻഡിൽ ഓൾദോ ഇത് സീ ലയൺസിൻ്റെ ഐലൻഡ് ആണെങ്കിലും നമ്മുടെ ബേർഡ്സ് ആണ് ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. കുറേ പെലിക്കൻസും വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് സീ ലയൺസ് ഇങ്ങനെ കിടന്ന് ഉറങ്ങണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്
ഇവര് ഇങ്ങനെ നല്ലോണം ചൂടാവുമ്പോൾ കുറച്ച് വെള്ളത്തിൽ വരും, പിന്നെ തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു ഇതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഉറങ്ങി ഇരിക്കുന്ന ഒരു ആനിമലാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, വിച്ച് ഇസ് ദ പെൻഗ്വിൻ ഐലൻഡ്. അപ്പോൾ ഇവിടെ ഏകദേശം 200 പെൻഗ്വിൻസ് ഉണ്ട്. ഒരു 100 years ബാക്ക് 1930s 40s ഇവിടെ ക്ലോസ് ടു 2000 പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ സ്റ്റോറി. ആൻഡ് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങിയിട്ടാണ് കുറേ പെൻഗ്വിൻസ് ഇവിടുന്ന് പോയത്. ബട്ട് ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് ഇവിടെ ഒരു കൺസ്ട്രക്ഷനോ ആൾതാമസമോ ഒന്നും ഇല്ല. ഇവിടെ പെൻഗ്വിൻസിന് വേണ്ടിയിട്ട് ഈ ഐലൻഡ് അങ്ങനെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു വാക്ക് വേ പോലെ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിങ്ങനെ നടക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്പോട്ട്സിൽ ഇവർ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും. ഹിസ്റ്ററിയെക്കുറിച്ച്, പെൻഗ്വിൻസിനെ കുറിച്ച്, വാട്ട് കൈൻഡ് ഓഫ് പെൻഗ്വിൻസ്, ഏത് ബ്രീഡാണ്, അവരെങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ വൈൽഡ് ലൈഫിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രിപ്സ് ഇസ് റിയലി നൈസ്. സോ ഈ ഫുൾ ഐലൻഡിൽ ഇങ്ങനെ 2-3 സ്പോട്ട്സ് ഉണ്ട്. അവിടെ ഇങ്ങനെ ബൈനോക്യുലേഴ്സ് പോലെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബേർഡ് വാച്ചിങ് ചെയ്യാം. കുറച്ച് ദൂരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നന്നായി കാണാം. സോ ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കാര്യം എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഈ ബീച്ചസിൽ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കുറച്ചും കൂടി പ്രിപ്പയർ ആയിട്ട് ബീച്ചിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സസൊക്കെ ഇട്ട് അങ്ങനത്തെ ലൈക്ക് വേണമെങ്കിൽ ഒരു പിക്നിക് പോലെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി പ്രിപ്പയർ ആയിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തു വന്നാൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. സോ നല്ല ബ്ലൂ വാട്ടർ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരും ഒക്കെ. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഓൾദോ ദിസ് ഇസ് എ പെൻഗ്വിൻ ഐലൻഡ്, ഇവിടെ 200 പെൻഗ്വിൻസ് ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് പെൻഗ്വിൻസിനെ ഒന്നും കാണാൻ പറ്റിയില്ല. സോ ഇവർ പറയുണ്ടായിരുന്നു, പെൻഗ്വിൻസിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലേക്ക് പോവും, ഇവരുടെ എന്താ പറയുക, മീനിനെ പിടിക്കാനും ഫുഡിന് വേണ്ടിയിട്ടും. സോ യൂഷ്വലി ഇവിടെ ഉള്ള പെൻഗ്വിൻസ് ഒക്കെ ചെറിയ പെൻഗ്വിൻസ് ആണ്. ദേ ആർ ജസ്റ്റ് 1 kilo. പക്ഷെ ഓൾദോ ദേ ആർ ജസ്റ്റ് 1 kilo, അവർക്ക് 1 kilo ഫുഡും എവറി ഡേ കഴിക്കണം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരു 60-65 kilo ആണ്. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് 65 kilo ഓഫ് ഫുഡ് എവറി ഡേ, ഹൗ ആർ ലൈഫ്സ് വുഡ് ബി. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവർ അത്രയും ഫുഡ് എന്ന് വെച്ചാൽ അത്രയും മീനിനെ ഇവർ പിടിച്ച് വേണം കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ രാവിലെ ആയി കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലേക്ക് പോകും. അതിനുശേഷം ഈവനിങ് ഇവർ തിരിച്ച് വെള്ളത്തിൽ നിന്ന് ഐലൻഡിലേക്ക് വരുള്ളൂ. ബട്ട് നമ്മളുടെ ഈ ക്രൂസ് ആണെങ്കിലും ഈ പെൻഗ്വിൻ ഐലൻഡ്സിലേക്ക് പോണ ഈ ഷിപ്സ് ആണെങ്കിലും ഇതൊക്കെ ഡേ ടൈമിലേ ഉള്ളൂ. സോ ശരിക്കും പറയുകയാണെങ്കിൽ യു ഹാവ് ടു ബി വെരി ലക്കി ടു ആക്ച്വലി സീ പെൻഗ്വിൻസ്. അനദർ തിങ് ദാറ്റ് ദേ മെൻഷൻഡ് വാസ്, സമ്മേഴ്സിൻ്റെ സമയത്ത് നല്ലോണം ചൂടാവും. സോ ഈ പെൻഗ്വിൻസ് ഈ ഐലൻഡിൽ ഉണ്ടാവുമ്പോൾ ഇഗ്ലു പോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചസ്, ട്വിഗ്സ്, ട്രീസിൻ്റെ ലീവ്സ് ഇതൊക്കെ വെച്ചിട്ടൊരു കുടിൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കും. ആൻഡ് അതാണ്, ദാറ്റ്സ് ഹൗ ദേ ട്രൈ ടു ഇംപ്രസ് ദ ഫീമെയിൽസ്. സോ മെയിൽസ് ഇങ്ങനെ നന്നായിട്ട് വീടുണ്ടാക്കുക. സോ ബേസിക്കലി എന്താ വെച്ചാൽ, ഇവർക്ക് ഫീമെയിൽ പെൻഗ്വിൻസിനെ അട്രാക്ട് ചെയ്യാൻ ഇവരുടെ ആ ഒരു കോൺസെപ്റ്റ് ഈസ്, ഏത് പെൻഗ്വിനാണ് ഏറ്റവും നല്ല വീട്, ആ പെൻഗ്വിൻ്റെ അടുത്തേക്കാണ് ഫീമെയിൽസ് പോവുക. അപ്പം ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. സോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ ഈ ചൂട് കാലത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുക. സോ പെൻഗ്വിൻസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ളത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്താണോ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പോയിട്ട് പെൻഗ്വിൻസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും എനിക്ക് കോമെന്റ്സിൽ അറിയിക്കണം. സോ അതാണ് എൻ്റെ പെൻഗ്വിൻ ഐലൻഡിൽ പോയ കഥ. ഇനി നിങ്ങളിവിടെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കോമെന്റ്സിൽ അറിയിക്കാം. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ഡ് ദ വീഡിയോ ആൻഡ് യു ഗോട്ട് ടു ലേൺ സംതിങ് ന്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എനിക്ക് വേറൊരു ഇംഗ്ലീഷ് ചാനലുണ്ട്. അതിൽ ഞാൻ ഇടുന്ന കോണ്ടന്റ് എന്ന് വെച്ചാൽ കൂടുതലും ഇൻഫോർമേറ്റീവ്, പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് ഗ്രോത്ത്, കരിയർ ഡെവലപ്മെൻറ്റ്, ആ ടൈപ്പ് കോണ്ടൻ്റാണ് ഇടാറ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്തായാലും കാണാം. വീണ്ടും വേറൊരു നല്ല വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.